ഹലോ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരം എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒരു എന്താ ഉണ്ടാക്കേണ്ടതെന്നൊരു ഒന്നും പിടികിട്ടുന്നില്ല. ഒന്നാമത് മടി. അപ്പോൾ എന്നും പച്ചക്കറി കഴിച്ച് എന്ന ബോറടിച്ചു. അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ ഒരു ചോറ്. നമ്മുടെ പഴയകാലം ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾക്ക് സ്കൂളിൽ പോകാൻ നേരമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി തരുന്ന ഫുഡാണെങ്കിൽ എന്തൊരു ടേസ്റ്റാ. വാഴയിലേക്കകത്ത് ചോറും ചമ്മന്തി മീൻ വറുത്തയും ഒരു മുട്ടത്താനോടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് കഴിക്കാറില്ലേ? ആ ടേസ്റ്റ് ഇന്നത്തെ കാലത്ത് ഫുഡിനെ ഇല്ല അല്ലേ? അപ്പം അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയുടെയൊക്കെ ഓർമ്മ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കൂടുതലൊന്നുമില്ല, ഒരു 3 ചാള എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് അത് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പോൾ തൊട്ട് നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു. മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉപ്പ്, മഞ്ഞപ്പൊടി, അങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഇതവിടെ ഇരുന്നോട്ടെ. മീനും മസാലയും കൂടെ ഒന്ന് സെറ്റ് ആകുന്നിടം വരെ നമുക്ക് അപ്പോഴത്തേക്ക് ചമ്മന്തി ആയിട്ട് അരിക്കാം. ചമ്മന്തിക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പുളി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി നമുക്ക് നരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ, കറിവേപ്പില ഇല്ല. എൻ്റെ കയ്യിൽ തീർന്നു പോയി. കുഴപ്പമില്ല, ഞാൻ ആ ചമ്മലങ്ങ് തൽക്കാലത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ അങ്ങ് മാറ്റി വെച്ചു. നിങ്ങൾ കറിവേപ്പിലയും കൂടെ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ, ഞാൻ പഠിപ്പിക്കുമൊന്നും അല്ല കേട്ടോ. എന്നാലും കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ അല്ലേ? പോട്ടെ, നിങ്ങൾ വിചാരിച്ചാൽ മതി അത് കറിവേപ്പില ഉണ്ടായിരുന്നു എന്നങ്ങ് കരുതുക കേട്ടാ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു 3 അങ്ങ് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മീനിനെ ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. ആ സമയത്തിന് മുട്ടയും കൂടെ അങ്ങ് പൊരിക്കാം. എന്തേ അപ്പോൾ എൻ്റെ മുട്ടയുടെ റെഡിയാകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയാക്കിയ ശേഷം കാണിച്ചു തരാം. ഇലച്ചോറ് റെഡി. ആർക്കെങ്കിലും വേണോ? കഴിക്കാൻ തോന്നുന്നുണ്ടോ? വരൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ ഇലച്ചോറ് കഴിക്കുകയാണ് കേട്ടോ. ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും അടിപൊളി കേട്ടോ. ഞാൻ കഴിക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, സത്യമായിട്ടും കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ, നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഇടയിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ ടേബിളിൽ ആകാതിരിക്കാനാണ്. ഇല കുറച്ച് കീറിപ്പോയിട്ടുണ്ട്, അതാട്ടോ. അപ്പോൾ ഓക്കെ.